जाएगा किधर जाएगा? ഹലോ മൈ ഗൈസ്, ഇന്നലെ നിന്ന ലൊക്കേഷൻ ഇട്ടത്. അങ്ങനെ എൻ്റെ യാത്ര ഇപ്പോൾ നിൽക്കുന്നത് ന്യൂജൽപ്പനപുരിയിലാണ്. ന്യൂജൽപ്പനപുരിയിൽ നിന്ന് ഏകദേശം ഒരു 1.5 മണിക്കൂർ യാത്ര ചെയ്തിട്ടാണ് ഈ ലൊക്കേഷൻ എത്തിക്കുന്നത്. ഞങ്ങൾ കൂടെ വന്നൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. വന്ന കൂടെ അല്ല, ട്രെയിനിൽ കമ്പനിയായി. അപ്പോൾ സംസാരിച്ചപ്പോൾ അവർക്ക് അവരുടെ കൂടെ യാത്ര ചെയ്തെന്നല്ല. അപ്പോൾ അവർ എന്നോട് ഇന്ന് ഞങ്ങൾ വീട്ടിൽ നിന്നിട്ട് പോകാം നാളെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഈ ലൊക്കേഷനിൽ എത്തിപ്പെട്ടതാണ്. എന്തായാലും നമ്മൾ ഇന്ത്യ ടു ഖത്തർ യാത്രയിൽ എനിക്ക് കിട്ടിയ ഫസ്റ്റ് ഒരു ഇതാട്ടോ, അക്കോമഡേഷൻ ഫ്രീ ആയിട്ട് കിട്ടിയൊരു ഹോസ്റ്റിംഗ് ആണ് ഇവർ. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ആൾക്കാരെ കണ്ട് പരിചയപ്പെട്ട് ഇവരെ കൂടെ വന്ന്. ഇന്നലെ രാത്രി പക്ഷേ 11 മണിയൊക്കെ വന്നപ്പോൾ വന്ന് ഫുഡ് കഴിച്ച് നേരാണ് കിടന്നുറങ്ങിയതിന്ന്. പിന്നെ ഇന്ന് രാവിലെ ഏകദേശം 8:30 നീറ്റപ്പോൾ. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ് ഇന്ന്. അപ്പോൾ എങ്ങനെയാലും ഇന്ത്യയിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് ഖത്തർക്കുള്ള യാത്ര നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് പോകാൻ വിചാരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഡാർജിലിംഗ് ഭാഗത്ത് പോകണം. അപ്പോൾ ഇവർ ഇവിടെ ഡ്രോപ്പ് ചെയ്തിരുന്ന് പറഞ്ഞിട്ടുണ്ട്, ഡാർജിലിംഗ് പോകുന്ന ഭാഗത്ത്. പിന്നെ തിരിച്ചു വരുന്ന ടൈമിൽ ഇവരെ കോൺടാക്ട് ചെയ്യാൻ വീണ്ടും പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്, കണ്ടിട്ട് പോയാൽ മതി പറഞ്ഞത്. പിന്നെ ഇവിടുത്തെ വീട് കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ ഒരു വിൻറ്റേജ് സ്റ്റൈലായിട്ട് അവരെ വീടൊക്കെ. അവർ വർക്ക് ചെയ്യണത് നമ്മുടെ നാട്ടിൽ തന്നെയാണ്, കണ്ണൂരാണ് വർക്ക് ചെയ്യണത്. ഇതിൻ്റെ ആന്ധ്രാപ്രദേശങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ പണ്ടത്തെ വീട് പോലെ തന്നെ ഒരു ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ പാടുകയാണ്. കണ്ടില്ലേ, അത് ബാത്റൂമാണ്, പാട്ട് പാട്ടുണ്ടെങ്കിൽ. അപ്പം ഇനി ഇവിടുന്ന് ഫുഡ് അടിച്ചതിന് ശേഷം എന്താണ് പാട്ട് പാടിയാൽ ഫുഡ് അടിച്ചതിന് ശേഷം ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം. ഡാർജിലിംഗ് പോകണം. അപ്പോൾ എന്തായാലും ബാക്കി കാര്യങ്ങൾ വയ്യാൻ കാണിച്ചു തരാം. ഓക്കെ, എന്തായാലും ഫുഡ് കഴിച്ചിട്ട് വരാം. ഇവർ ഉണ്ട്, എന്തായാലും ഇവിടെ കൊണ്ടാക്കി തരാനെന്ന് പറഞ്ഞ്. ഇവർ വ്ളോഗറാണ്. വ്ളോഗർ കിതറ ഓ ഏക് വ്ളോഗറാണ് ഇതർ. വേറെ വ്ളോഗർ എന്താ പോയി എന്ന് പറഞ്ഞേ. അങ്ങനെ ഇവിടുന്ന് ഇറങ്ങാനുള്ള ഇതായി, ഇവിടുന്ന് പോവാണ്. ഇവര് പരിപാടി ഉണ്ട്, അതിൽ പോകട്ടെ, പിന്നെ ഉണ്ടാക്കി തരാന്ന് പറഞ്ഞു. ഇതാണ് ടുക് ടുക്ക് വന്നിരിക്കുന്നത്. ടുക് ടുക്ക് കയറി പോകാമെന്ന് പറഞ്ഞു. ഇനി ദീപനെ കൂടി വെയിറ്റ് ചെയ്യാണ്ട്, രാവിലെ കൂടി വെയിറ്റ് ചെയ്യാണ്ട്. രാവിലെ കുറേ സ്ഥലത്തേക്ക് പോകാമെന്ന് എന്നോട് പറഞ്ഞിരുന്നിട്ട് അതൊന്നും നടന്നില്ല. ഞാൻ നല്ല ഉറങ്ങി, എണീറ്റപ്പോൾ നേരം വൈകി. പിന്നെ ഇവർക്ക് ചർച്ചിലേക്ക് പോകാനുണ്ട്. ഇവരെ കൂടെ ഞാൻ കയറിയതാണ്. ഞാൻ ബസ് സ്റ്റാൻഡിൽ ഞാൻ ഡ്രോപ്പ് ചെയ്ത്, ബസ് സ്റ്റാൻഡിൽ നിന്ന് പിന്നെ ഇനി ഞാൻ അങ്ങോട്ട് ഒറ്റയ്ക്ക് യാത്ര ചെയ്യട്ടെ. ഇനി ഡാർജിലിംഗാണ് നമുക്ക് പോകാനുള്ളത്. ഇത് ഇവിടുത്തെ ബസ് സ്റ്റാൻഡാണ്. അത്യാവശ്യം നല്ല ചൂടുള്ള ടൈമാട്ടോ. ഞാനെന്ന് പറഞ്ഞാൽ അത്യാവശ്യം വേർത്ത് കുളിച്ച് ഈ ടൈം എത്തിയപ്പോൾ തന്നെ. പിന്നെ ഈ ബസ് സ്റ്റാൻഡ് പറയാന്നുണ്ടെങ്കിൽ സംഭവം ബസ് സ്റ്റാൻഡാണ്. ഈ ക്യൂ ഉണ്ടല്ലേ, ക്യൂ ഞാൻ 5 മണിക്കൂർ നിന്നിട്ട് കിട്ടിയ ബസ് ടിക്കറ്റാണിത്. നോർത്തിലാണ് ഇപ്പോൾ ഉള്ളത്. നോർത്ത് ബസ് സ്റ്റാൻഡ് നമ്മൾ നേരെ പോകണം ഡാർജിലിംഗ് കേട്ടോ. ഒരാൾക്ക് 105 രൂപയാണ് ബസ്സിന്. ബിസ്ക്കറ്റ് മാത്രം ഞാൻ കഴിച്ചാൽ കേട്ടോ. ഇവിടെ നമ്മൾ നേരെ ഒരു 3.5 മണിക്കൂർ യാത്ര ഉണ്ടെന്നാണ് നെറ്റിൽ കണ്ടത്. ഇനി എത്ര ടൈം എടുക്കുമെന്ന് എനിക്കറിയില്ല. ട്രാഫിക് ജാമൊക്കെ ഉണ്ടെന്ന് ലേറ്റ് ആവുമെന്ന് എന്നോട് പറഞ്ഞത്. അങ്ങനെ ചൂട് നമ്മൾ വിട്ട് തണുപ്പൊക്കെ മാറിക്കണം. ചുരം കയറി ആ കാണുന്ന ഏരിയക്കാണ് നമുക്ക് പോകാനുള്ളത്. ഇവിടെ വരാനുള്ള ഒരു മാർഗ്ഗം ബസ് തന്നെ ഉണ്ട്. പിന്നെ ടാക്സി ഉണ്ട്. ടാക്സിക്കാണെന്നുണ്ടെങ്കിൽ 450 രൂപ എന്നോട് പറഞ്ഞത്. ഒരു 200 രൂപയ്ക്ക് കയറാനുള്ള പരിപാടി. എന്നോട് 200 രൂപയ്ക്ക് ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞത്. പക്ഷേ സീസൺ ആയതുകൊണ്ട് ഇപ്പോൾ നല്ല റേറ്റാണ്, അവർ കൊല്ലുന്ന റേറ്റാണ് ഇടുന്നത്. എന്തായാലും അവർ കയറുന്നറിയാം. പിന്നെ ഞാനിപ്പോൾ നിന്ന പോലെ അത്ര ക്യൂ ഒന്നും ഇവിടെ ടൂറിസം വരുന്ന ആൾക്കാർ കയറുന്ന എനിക്കറിയില്ല. ഞാൻ മാത്രം ഇതിൽ പുറത്തുനിന്നുള്ള ആളുണ്ടായിട്ടുള്ളൂ. ബാക്കിയുള്ളവർക്ക് ഇവിടുത്തെ ലോക്കൽസ് ആയിരുന്നു. പരിചയപ്പെട്ടവൻ പറഞ്ഞതിന് ഇങ്ങനെ നമ്മൾ കുടുങ്ങി അവസാനം നമ്മൾ ഏകദേശം ഒരു 6 മണിക്കൂർ യാത്ര തുടങ്ങിയിട്ട്. അപ്പോൾ നമ്മൾ യാത്ര 9 മണിയായി. ശരിക്കും ഓൺലൈനിൽ ബുക്ക് ചെയ്ത് റൂമൊക്കെ അതൊക്കെ എന്താ അവസ്ഥ അവിടെ ചെന്നാൽ അറിയുള്ളൂ. 9 മണി കഴിഞ്ഞ് 9 കൂടി നമ്മളവിടെ ചെന്നാൽ സ്പീക്കുണ്ടായിരുന്നു. നല്ല വിശപ്പുണ്ടായിരുന്നു. ഇവിടുത്തെ ചോമി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ എന്തായാലും സാൻഡ്വിച്ചും ഇതൊക്കെ കഴിച്ചതിന് ശേഷം പിന്നീട് യാത്ര തുടങ്ങി. പിന്നെ ഉണ്ടായ സംഭവിച്ചില്ല, റൂമൊന്നും കിട്ടിയില്ല എനിക്ക്. അങ്ങനെ ഇതാണ് ഞാൻ ഇന്നലെ നിന്ന് റൂം. ബെഡിൻ്റെ കോലൊന്നും നോക്കണ്ട, ഞാൻ ഇന്നലെ റൂം തിരുന്ന്. ചെറിയൊരു ബാത്റൂം ആട്ടാ, എല്ലാം തിരിയാനൊന്നുമില്ല. മിററും ഉണ്ട്, വേറെ ഒന്നുമില്ല. ടി വി ഒന്നും വർക്ക് ചെയ്യുന്നില്ല. ടി വി ഒക്കെ ഉണ്ട്, പേരിനുള്ളൂ, വർക്കിംഗ് ഒന്നുമില്ല. സംബന്ധിച്ച് ഈ ഒരു റൂമിന് 2000 രൂപ 2500 രൂപ ഇരുന്ന് വാങ്ങിയത്. പക്ഷെ വേറെ വഴിയില്ല, ഓൺലൈനിൽ കിട്ടൂല, ഒന്നുമില്ലേനും. പിന്നെ നമുക്ക് ഉറക്കം മസ്റ്റാണല്ല. അങ്ങനെ ഇന്നലെ റൂം എടുത്തിട്ട് കിടന്ന് അങ്ങോട്ട് ഉറങ്ങി. 12 മണിക്കാണ് കിടന്നിട്ട് ഞാൻ വൈകുന്നേരം ഏകദേശം ഒരു 8 മണിക്കാണ് നീക്കണത്. വേറെ വിഷയം എന്താ വെച്ചാൽ 10 മണിക്ക് എല്ലാം അടക്കും. 10 മണിക്ക് എല്ലാ ഷോപ്പും ക്ലോസ് ചെയ്യും. മീൻസ് ഹോട്ടൽ ക്ലോസ് ചെയ്യും, മെയിൻ ഡോർ. പിന്നെ പുറത്തിറങ്ങാൻ പറ്റില്ല. അപ്പോൾ രാത്രിയും പട്ടിണി ഇന്നലെ. വല്ലാത്തൊരു സംസ്ഥാനത്തിനത് ഇന്ത്യയിലെ.
ലോക്കഡ് എന്ന് പറഞ്ഞാൽ പറ്റ ലോക്കായ സ്ഥലം. എന്തായാലും പുറത്തിറങ്ങിയിട്ട് നേരെ നേപ്പാൾ കയറാൻ നോക്കണം. നേപ്പാളിൽ നമുക്ക് നമ്മളെ കൂടെ വന്ന ഇതാണ് ഇന്നലെ നിന്ന ഹോട്ടൽ കേട്ടോ. ഇവിടുത്തെ ബിൽഡിംഗ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ബിൽഡിംഗ് ആണ്. പൊളിഞ്ഞാടനെങ്കിൽ കുറേ ബിൽഡിങ്. അവസ്ഥ അങ്ങനെയാണ്. ക്ലീനിങ് ഒന്നും മെയിൻ്റനൻസ് പ്രോപ്പർലി ഇല്ലാന്ന് തോന്നുന്നു. ചെറിയ മഴ ഉണ്ട്. എന്തായാലും മഴ മാറ്റി പുറത്തിറങ്ങാം. അങ്ങനെ അവിടെ നമ്മളൊരു ട്രെയിനിൽ വന്ന ഫ്രണ്ടുണ്ട്. അവിടെ അക്കോമഡേഷൻ കിട്ടിയാണ് ചെല്ലാൻ വേണ്ടി പറഞ്ഞത്. പിന്നെ അവിടെ ഒന്ന് രണ്ട് സ്ഥലത്ത് കാണാനുണ്ട്. അപ്പോൾ അങ്ങനെ അവിടെ വരുവാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ഇന്ന് രാത്രി വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ രാത്രി വിളിച്ചിട്ടുണ്ടായിരുന്നു പോരെ, ഇവിടെ നിൽക്കണ്ട, ഇങ്ങനെ എക്സ്പെൻസ് ആയിട്ട് നിൽക്കണമെന്നാണ്. അപ്പോൾ ഇന്നലെ ഇവിടുന്ന് നേരെ കയറുന്നത്. ഇതിന് മുൻകൂട്ടി ബുക്ക് ചെയ്യാനാട്ടോ. ഞാൻ എനിക്കറിയില്ല. ഏയ് ജായക കിത ജായക. ഈ ട്രെയിനിൽ കയറുന്നുണ്ടെങ്കിൽ നമ്മൾ IRTCൻ്റെ ആപ്പ് കയറിയാണ്ട് ബുക്ക് ചെയ്യണം കേട്ടോ. ജസ്റ്റ് ഒരു മാസം മുന്നേ 1.5 മാസം മുന്നേ ഒക്കെ വെയിറ്റിംഗ് ലിസ്റ്റ് കാണുന്നുണ്ട്. ഇപ്പോൾ സീസണാണ് ഇവിടെ. അതുകൊണ്ട് ഇനി വരുന്നവർ ബുക്ക് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് ബുക്ക് ചെയ്യേണ്ടി. എനിക്ക് എന്തായാലും കിട്ടിയിട്ടില്ല ബുക്ക് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ മുൻകൂടി ബുക്ക് ചെയ്താൽ വരും. ഇന്നലെ നമ്മൾ കണ്ട സ്ഥലമാണ് ഇത്. ഫുള്ള് കോടിറങ്ങിയാണ് ഈ ഭാഗത്തൊക്കെ. നിന്ന് അത്യാവശ്യം നല്ല റെയിനി ആട്ടോ ടെമ്പറേച്ചർ, ക്ലൈമറ്റ് കാര്യങ്ങളൊക്കെ പാടെ. ഇവിടെ പിന്നെ ഫുഡ് കാര്യങ്ങളൊക്കെ കിട്ടും. കുറച്ച് കോസ്റ്റ്ലിയാണ് റെയിൽവേൻ്റെ എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. പുറത്തേക്കാളും കുറച്ച് വൃത്തി ഉണ്ടെന്ന് പ്രതീക്ഷിക്കാം. അതൊരു ബുദ്ധ മൊണാസ്ട്രിയാണ്. ആണ്ട് പോകാം. പക്ഷേ ഇന്ന് വേറെ സ്ഥലത്ത് കറങ്ങാനൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കാഴ്ചകളൊക്കെയാണ് ഇന്ന് പോണത്. ഇന്നത്തെ ഇവിടുന്ന് പോകണം. എന്നാൽ നല്ല റെയിനി ടെമ്പറേച്ചറാണ്. ഇവിടെ കുറേ ഹിൽ ടോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നോക്കട്ടെ. ഇതാണ് ഇവിടുത്തെ ചെറിയൊരു മാർക്കറ്റാണ്. ലോക്കൽ മാർക്കറ്റാണ്. ഫുഡ് കാര്യങ്ങളൊക്കെ അവിടെ കിട്ടും. നമ്മൾ വന്നിട്ട് നല്ല തണുപ്പാട്ടുണ്ട് ഇവിടെ. മഴയും അത്യാവശ്യം നല്ല കോടൊക്കെ ഇറങ്ങിയിരിക്കുന്നു. ഇവിടെ അത്യാവശ്യം റേറ്റ് കുറവാണ്. മുകളിലൊക്കെ വെച്ച് നോക്കുമ്പോൾ റേറ്റ് കുറവാണ് ഈ ഏരിയയിൽ. തണുത്തിട്ടൊന്നും പറയാനില്ല. നട്ട്സ് കാര്യങ്ങളൊക്കെ ഉള്ള ഷോപ്പ് ഇതാ. പിന്നെ ഇതാണ് ഇവിടുത്തെ ലോക്കൽ മാർക്കറ്റ് കേട്ടോ. ഇതിന് മുകളിലൊരു മാർക്കറ്റ് കൂടി ഉണ്ട്. മഴ ഇല്ലയെന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് കൂടി ഞാൻ ചെന്ന് നോക്കിയാൽ അവിടുത്തെ കാര്യങ്ങളോടെ കാണിച്ചു തരാം. പിന്നെ ഇവിടെ ഇനി ഡാർജിലിങ്ങിൻ്റെ ജിപ്പ് വേ ഇതുണ്ടല്ലോ, അതുണ്ട്. അതിൽ പോകുന്ന ആഗ്രഹമുണ്ട്. 250 രൂപ പറഞ്ഞ ഒരാൾക്ക്. പക്ഷേ എത്തിപ്പെടാൻ എങ്ങനെയൊരു അറിയില്ല. ഒന്നാമത് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ വളരെ കുറവാണ്. ഇനി അങ്ങോട്ട് ഇട്ടാ കണ്ടോ ഈ മാർക്കറ്റ് കണ്ടില്ലേ, ഫുള്ള് കോട ഇറങ്ങിക്കണ്ട മൊത്തം. ഇങ്ങോട്ട് വരുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. കാരണം എന്തായാലും ടൂർ ഗൈഡ് അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഉള്ളൊരു ലോക്കലിൻ്റെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലല്ലാതെ വരാതിരിക്കുക. കാരണം എന്താ വെച്ചാൽ റൂം കിട്ടൂല, നല്ലോണം പറ്റിക്കപ്പെടും. ഞാൻ പെട്ടതാണ്. ബാത്റൂം ഉണ്ടാവില്ല. പബ്ലിക് ബാത്റൂം എന്ന് പറഞ്ഞാൽ വളരെ കുറവുണ്ട്. ഉള്ളതിന് വൃത്തിയില്ല. ഞാൻ ഓൾറെഡി എൻ്റെ വീഡിയോ ചെയ്തിരിക്കണം, കണ്ടിട്ടുണ്ടാവും കുറേ ആൾക്കാർ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ വൃത്തി. ഫുഡിൻ്റെ കാര്യമായാലും നമ്മൾ കേരളീസിന് അത്ര അങ്ങോട്ട് ലയിച്ചു പോലും ഇവിടെ ഫുഡിൻ്റെ കാര്യത്തിൽ കേട്ടോ. ബാക്കിയൊന്നും വലിയ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് പോകും നമ്മളൊക്കെ. ഞാൻ ഇന്നലെ വന്ന് 2 ദിവസമായി ഇപ്പോൾ ഇവിടെ. ഒരു ദിവസം റെയിൽവേ കിടന്ന് ഇപ്പോൾ ഇന്നലെ ഒരു നിവർത്തിയില്ലാത്തതുകൊണ്ട് റൂം എടുത്തേന്. ഇവിടുത്തെ ഷോപ്പൊക്കെ ക്ലോസാണ്. ഇവിടെ പ്രത്യേകം എന്താ വെച്ചാൽ ഹോട്ടലൊക്കെ തുറക്കുന്നത് ഏകദേശം ഒരു 10 മണി കഴിയും. നമ്മുടെ നാട്ടിലൊക്കെ ഒരു 7 മണി 8 മണി ആകുമ്പോൾ തന്നെ ഷോപ്പ് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഇവിടെ അതുണ്ടാവില്ല. ഇവിടെ ലേറ്റ് ആകും സാധനം കിട്ടാൻ. ആ ഒരു പ്രശ്നമുണ്ട്. ഡ്രസ്സിനും കാര്യമൊക്കെ ഇവിടെ റേറ്റ് അധികം ഇല്ല. തണുത്തിട്ട് നിൽക്കാൻ വയ്യാനും. എൻ്റെ ജാക്കറ്റ് ഉണ്ടായിരുന്നേ, അത് ട്രെയിനിൽ വെച്ച് മറന്ന്. അങ്ങനെ പണിമ്പാടെ കിട്ടി, നൈസായി പോയി. എവിടെ എത്തിയിട്ട് ബാഗ് നോക്കിയപ്പോഴാണ് ജാക്കറ്റ് എടുത്തിട്ടില്ല. എവിടെ മിസ്സായി ഇവിടെ നിർത്തിയില്ല. എന്തായാലും ഈ റോപ്പ് വേ കയറുന്ന പ്ലാനിലാണ്. ചെന്നോക്കട്ടെ എന്താവുന്നുള്ളത്. ഇങ്ങനെയുള്ള ചെറിയ ഷോപ്പ് ഉണ്ട്. ഫുഡ് കഴിച്ചാൽ ബഡ്ജറ്റ് ഫ്രണ്ട് കഴിക്കാൻ പറ്റുള്ളൂ. 50 രൂപക്ക് 3 ചപ്പാത്തി, അതായത് റൊട്ടിയും ചായയും കിട്ടിയിട്ടോ. 65 രൂപയായി. പിന്നെ നേരെ പോയത് ബസ് ടെർമിനൽക്കാണ്. ബസ് എടുക്കണം. നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും മുൻകൂട്ടി ഓൺലൈനിൽ റൂം ബുക്ക് ചെയ്യരുത്. ഞാൻ പറ്റിക്കപ്പെട്ട പോലെ പറ്റിക്കപ്പെടും. ഞാൻ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. അത് ശ്രദ്ധിക്ക് വരികയാണെന്നുണ്ടെങ്കിൽ. പിന്നെ ഫെയർ കാര്യങ്ങളൊക്കെ ഇവിടെ ബസ് എടുക്കുന്നത് ഏറ്റവും നല്ലത്. ടാക്സിക്ക് 4500 രൂപയോടൊന്ന് പറയാം. എന്താ ഞാൻ ഇവിടുന്ന് തിരിച്ചു പോകണം ബസ്സിനായിട്ട്. ഏകദേശം നമ്മൾ 1 മണിക്കൂറിൻ്റെ ക്യൂ നിൽക്കേണ്ടി വരുള്ളൂ. 105 രൂപ കൊണ്ട് നമുക്ക് സുഖമായിട്ട് പോകിയിരുന്നിട്ട്. എന്തായാലും ഇനി നേരെ സിലിഗുരി ചെന്നിട്ട് അടുത്ത പ്ലാൻ എന്താണെന്ന് ആലോചിച്ചിട്ട് ഞാൻ പിന്നെ വരുന്നുണ്ട് കേട്ടോ.